ഹായ്, മാസ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രകാശത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രകാശം. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കണ്ണുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഈ പ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ ഒരു വസ്തുവിൽ തട്ടിയിട്ട് ആ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴാണ് ആ വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കാഴ്ച സാധ്യമാകുന്നത് തന്നെ പ്രകാശത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ ഡ്യുവൽ നേച്ചർ എന്നുള്ളൊരു കാര്യമാണ് പ്രകാശത്തിനുള്ളത്. അതായത് പ്രകാശം ഒരേ സമയം പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം പ്രകാശം ഉണ്ടാക്കിയിരിക്കുന്നത് ഫോട്ടോൺ എന്ന ബേസിക് കണങ്ങൾ കൊണ്ടാണ്. അതായത് ബേസിക് പാർട്ടിക്കിൾസ് ആയിട്ട് പറയുന്നത് ഫോട്ടോൺസ് ആണ്. അതുപോലെ തന്നെ പ്രകാശം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രകാശത്തിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അതായത് പ്രകാശം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രകാശം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഒരു ഇലക്ട്രിക് വേവും അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് പ്രകാശം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു ഇലക്ട്രിക് ഫീൽഡിനും ഒരു മാഗ്നറ്റിക് ഫീൽഡിനും എന്ത് ചെയ്യാൻ പറ്റും, പ്രകാശത്തിന്റെ സഞ്ചാരപാതയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ദിവസം മുതൽ പ്രകാശം അനന്തതയിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പ്രകാശം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ലൈറ്റ് ഉണ്ടാകുന്നത്, ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത്, ലൈറ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യനാണ് നമുക്കറിയാം എനർജിയുടെ സോഴ്സും മെയിൻ സോഴ്സ് ഓഫ് എനർജിയും നമ്മുടെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഈ സൗരയൂഥത്തിൽ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളിലേക്കുള്ള മെയിൻ സോഴ്സ് ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സണ്ണാണെന്ന് നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ് സണ്ണിൽ ഈ ഒരു ലൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? സിമ്പിളായിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ള പ്രക്രിയ മൂലമാണ് സൂര്യനിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമൂലം തന്നെയാണ് ഈ ഒരു ലൈറ്റ് നമ്മൾ സൂര്യനിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ മൂലമാണ് പ്രധാനമായിട്ടും ഈ പ്രപഞ്ചത്തിൽ പ്രധാനമായിട്ടും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ മൂലമാണ്. അപ്പോൾ എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യുകയും ഡിഫറെന്റ് ടെമ്പറേച്ചർ അനുസരിച്ച് അതിനെ റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബോഡിയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഇനി ബ്ലാക്ക് ബോഡിക്ക് ബ്ലാക്ക് കളർ വേണമെന്നൊന്നുമില്ല, ഏത് വസ്തുവിനെയും നമുക്ക് ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കാം. ആ ഒരു നമ്മൾ ഈ പറഞ്ഞ ഒരു സവിശേഷത ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി എന്ത് ചെയ്യും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസിനെ പുറത്തു വിടുന്നതാണ്. ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസിനെയും ബ്ലാക്ക് ബോഡി പുറത്തു വിടുന്നതാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്ന് എങ്ങനെ പ്രകാശം ഉണ്ടാകുന്നു നോക്കുകയാണെങ്കിൽ, അപ്പൊ ഇത്തരത്തിലുള്ള ബോഡിയിൽ ഉണ്ടാകുന്ന ആറ്റംസ്, എല്ലാ പദാർത്ഥങ്ങളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണെന്ന് അറിയാം. ഈ ഒരു ആറ്റംസിന്റെ വൈബ്രേഷൻ കൊണ്ട് ഒരുപാട് ടെമ്പറേച്ചർ നമ്മൾ ഒരു നോർമൽ ടെമ്പറേച്ചറിലുള്ള ബ്ലാക്ക് ബോഡിയിൽ നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ബോഡിയിലുള്ള ആറ്റംസ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഈ ഒരു വൈബ്രേഷൻ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ വൈബ്രേറ്റ് ചെയ്യും. ആ ഒരു ഇലക്ട്രോൺസിന്റെ വൈബ്രേഷനെയാണ് പിന്നീട് നമുക്ക് ഈ ഒരു ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റേഡിയേഷൻസ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വൈബ്രേഷൻസ് മൂലം ഉണ്ടാകുന്ന ഈ ഒരു റേഡിയേഷൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് ബോഡി പുറത്തു വിടുന്നത്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ബ്ലാക്ക് ബോഡി കർവ് നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഏതോ ടൈപ്പ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് പുറത്തു വിടുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് നഗ്നനേത്രം കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന റേഡിയേഷൻസും ഉണ്ട്. ഇനി നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാത്ത ഒരുപാട് ടൈപ്പ് റേഡിയേഷൻസും ഈ ബ്ലാക്ക് ബോഡി പുറത്തു വിടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ നോർമൽ റൂം ടെമ്പറേച്ചറിലും എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് പുറത്തു വിടുന്നുണ്ട്. അത് വളരെ ചെറിയ തരത്തിലായിരിക്കും റേഡിയേഷൻസ് ഉള്ള കാര്യമാണ്. അപ്പൊ IR റേഡിയേഷൻസ് ആണ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് നോർമൽ ടെമ്പറേച്ചറിൽ ഒരു ബോഡി പുറത്തു വിടുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് പുറത്തു വിടുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോവേവ്, റേഡിയോ വേവ് തുടങ്ങിയിട്ടുള്ള വളരെ വലിയ വേവ് ലെങ്ത് അല്ലെങ്കിൽ വളരെ കുറവായിട്ടുള്ള ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നോർമൽ റൂം ടെമ്പറേച്ചറിൽ ബ്ലാക്ക് ബോഡി പുറത്തു വിടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേറെയും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കുന്ന റേഡിയേഷൻസ് ബ്ലാക്ക് ബോഡി പുറത്തു വിടുന്നുണ്ട്. അതിൽ ഒരു 1000 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1273 കെൽവിനിലൊക്കെ എത്തുമ്പോഴേക്കും റെഡ്, യെല്ലോ എന്നുള്ള കളറുള്ള റേഡിയേഷൻസ് ആണ് മെയിൻ ആയിട്ട് ബ്ലാക്ക് ബോഡി പുറത്തു വിടുന്നത്. അപ്പൊ നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള
കാര്യം എന്താണെന്ന് വെച്ചാൽ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിനാണ്. അതുപോലെ തന്നെ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 274 കെൽവിനാണ്. അപ്പോൾ 1273 കെൽവിൻ ആയിട്ടുള്ള ഏകദേശം ആ ഒരു ടെമ്പറേച്ചറിലൊക്കെ ഏകദേശം റെഡ് യെല്ലോ എന്നുള്ള ലൈറ്റ്സ് ആണ് ബ്ലാക്ക് ബോഡി പുറത്തു വിടുന്നത്. ഇനി അതിനേക്കാൾ ടെമ്പറേച്ചർ കൂട്ടി ഒരു 5000 കെൽവിനിലൊക്കെ എത്തുമ്പോഴാണ് ഏകദേശം ഒരു വൈറ്റ് ലൈറ്റ് നമ്മൾ കാണുന്ന ധവളപ്രകാശം എന്ന് പറയുന്ന വൈറ്റ് ലൈറ്റ് ബ്ലാക്ക് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ സണ്ണൊക്കെ ഏകദേശം ഒരു 5000 കെൽവിൻ ആണ് സണ്ണിന്റെ സർഫേസിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്കൊക്കെ എത്തുന്ന ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇപ്പൊ ചുറ്റും നമ്മൾ കാണുന്ന ഈ ഒരു ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈറ്റിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളേഴ്സിനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു ലൈറ്റാണ് സഹായിക്കുന്നത്. ഇനി 7000 കെൽവിനിലേക്കൊക്കെ ഈ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴേക്കുമാണ് ഏകദേശം ഒരു വയലറ്റ് അല്ലെങ്കിൽ വയലറ്റിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ അൾട്രാ വയലറ്റ് എന്നുള്ള രീതിയിലേക്കുള്ള കളേഴ്സ് പുറത്തു വിടുന്നത്, റേഡിയേഷൻസ് പുറത്തു വിടുന്നത്. മറ്റുള്ള നക്ഷത്രങ്ങളിലേക്കൊക്കെ എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ആണ് പുറത്തുവിടുന്നത്. അതുകൊണ്ടാണ് ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ ഒരു നീല കളറിൽ നമ്മൾ ഈ നക്ഷത്രങ്ങളൊക്കെ കാണുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷനിലൂടെ ഉണ്ടാകുന്ന ലൈറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ലാതെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു പ്രൊസീജിയറാണ് എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് ലെങ്തിലുള്ള എല്ലാ വേവ് ലെങ്തിലുള്ള ലൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്പെഷ്യൽ കൈൻഡ് ഓഫ് വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസ് മാത്രമാണ് ഈ ഒരു എമിഷൻ വഴി പുറപ്പെടുവിക്കുന്നത്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ ഫ്ലൂറസെന്റ് ലാമ്പ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എമിഷൻ എന്നുള്ള ആ ഒരു ലൈറ്റ് പ്രൊഡക്ഷൻ ആണ് ഉണ്ടാകുന്നത്. മെർക്കുറി വേപ്പറും അതേപോലെ ഇനേർട്ട് ഗ്യാസസിൻ്റെയൊക്കെ പ്രസൻസ് ആണ് ഇവിടെ നമുക്ക് ഈ ഒരു ലൈറ്റ് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഫോസ്ഫർ കോട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ കളർ നമുക്ക് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന UV ലൈറ്റും ഈ ഒരു ഫോസ്ഫർ കോട്ടിങ്ങും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഈ ഒരു ലൈറ്റ് പ്രൊഡക്ഷന് കാരണം. നമുക്ക് വേണമെങ്കിൽ ഫ്ലൂറസെന്റ് ലാമ്പിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാവുന്നതാണ്. ലൈറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ലൈറ്റിൻ്റെ സ്പീഡിനെ കുറിച്ച് നോക്കാം. ലോകത്തിലെ ഏറ്റവും സ്പീഡിലുള്ള, പ്രപഞ്ചത്തിലെ ഏറ്റവും സ്പീഡിലുള്ള ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എത്രയാണ് ഇതിൻ്റെ ഒരു വേഗത എന്ന് വെച്ചാൽ 1,86,000 മൈൽ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 3 ലക്ഷം, ഏകദേശം 3 ലക്ഷത്തോളം സെക്കൻഡാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷത്തോളം കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലോകത്തിലെ ഏറ്റവും വേഗത കൂടി ഒരു കാർ പോലും ഒരു 500 കിലോമീറ്റർ സ്പീഡിൽ പോകുമെന്നുള്ള ഡൗട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഒരു 3 ലക്ഷം അത് 500 കിലോമീറ്റർ ഒരു ഹവറിലാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ലൈറ്റ് സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ 3 ലക്ഷത്തോളം കിലോമീറ്ററാണ്. അതുപോലെ തന്നെ ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്, ലൈറ്റ് ഒരു വർഷം സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഒരു വർഷം ലൈറ്റ് എത്രത്തോളം ഡിസ്റ്റൻസ് സഞ്ചരിക്കും അതാണ് നമ്മൾ ലൈറ്റ് ഇയറിലൂടെ പറയുന്നത്. നമ്മുടെ ലൈറ്റ് ഒരു വർഷം വേഗത്തിലുള്ള സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ 9 ട്രില്യൺ കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 9 ലക്ഷം കോടി കിലോമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു നക്ഷത്രമായിട്ടുള്ള പ്രോക്സിമ സെന്റോറി എന്നുള്ള നക്ഷത്രത്തിലേക്ക് നമ്മൾ ഒരു യാത്ര പോവുകയാണ് നമ്മൾ ഒന്ന് ചിന്തിക്കുക. നമ്മളോട് മനസ്സിലാക്കേണ്ടത് പ്രോക്സിമ സെന്റോറി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യൻ കഴിഞ്ഞൊരു ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ്. അപ്പോൾ ഈ ഒരു നക്ഷത്രത്തിലേക്കാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നൊരു വെഹിക്കിൾ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടിയൊരു സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പാർക്കർ സോളാർ പ്രോബാണ്. അപ്പോൾ ഇത് സൂര്യനെ പര്യവേക്ഷിക്കാൻ വേണ്ടിയിട്ട് അയച്ച ഒരു സ്പേസ് ക്രാഫ്റ്റാണ്. അതൊരു മനുഷ്യനെ കൊണ്ടുപോകാനുള്ള ഒരു വെഹിക്കിളല്ല, പക്ഷെ നമ്മൾ മനുഷ്യനെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് അത് ആക്കി മാറ്റി. അതിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നത് 6,92,000 കിലോമീറ്ററാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു 10 ലക്ഷം കിലോമീറ്റർ വേഗതയുള്ള വെഹിക്കിൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു വ്യക്തിയെ ഇവിടുന്ന് പറഞ്ഞയക്കുകയാണെങ്കിൽ ഏകദേശം കണക്കുകൾ പ്രകാരം 1000 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു യാത്ര പോവുകയാണെങ്കിൽ 1000 വർഷത്തോളം അല്ലെങ്കിൽ 1000-ലധികം വർഷം എടുക്കും എന്നുള്ളതാണ് ആ ഒരു നക്ഷത്രത്തിലെത്താനുള്ളത്. അപ്പോൾ അത്രയും വ്യാപിച്ച് കിടക്കുകയാണ് നമ്മുടെ പ്രപഞ്ചം. അപ്പോൾ അതിൽ ചെറിയൊരു പോർഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അത്രയാണ് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് അല്പം കൂടി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ലൈറ്റിനെ കുറിച്ച് പറയാനുണ്ട്. കൂടുതൽ ലൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, എനിവേ സബ്സ്ക്രൈബ്.